ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം? എല്ലാവരും സന്തോഷത്തിലും റാഹത്തിലൊക്കെ തന്നെയല്ലേ? അപ്പോൾ ഇന്നും ഒരു ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ് കേട്ടോ എടുത്തത്. അപ്പോൾ രാവിലെ തന്നെ കുറേ സാധനങ്ങൾ അവിടെ മുറ്റത്ത് കണ്ടില്ല. അതൊക്കെ ഇന്നലെ തട്ടലും കൊട്ടലൊക്കെ തന്നെയാണ് കേട്ടോ. റാക്കിൻ്റെ നെറുവിൽ ഒരുപാട് സാധനങ്ങൾ പൊട്ടിപ്പൊളിഞ്ഞതും കൊണ്ടുപോയാണ് വിൽക്കാൻ വേണ്ടിയുള്ള പുസ്തകങ്ങളും അതും ഇതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പുറത്തൊക്കെ അങ്ങോട്ട് വലിച്ചിട്ടൊക്കെയാണ് കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ പെയിൻ്റ് അടിച്ചത്. അപ്പോൾ പെയിൻറ്റിങ്ങാർ വരുമ്പോഴത്തേനും അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുമാണ്. പിന്നെ സ്കൂളും മദ്രസും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നേരം വെളുത്തിട്ടുണ്ടെങ്കിൽ ഇതിനൊന്നും കൂടൂല. സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ ഇങ്ങനത്തെ പണികൾക്കൊക്കെ നടക്കുള്ളൂ എന്ന് വിചാരിച്ചാണ് ഞാനിതാ സ്കൂൾ പൂട്ടിട്ട് കുറേ തട്ടലും കൊട്ടലും മുറലും എന്ന് പറഞ്ഞ മാതിരി ഒരുപാട് പണികളൊക്കെ എടുക്കാണ്ട്. അപ്പോൾ ഇന്ന് മുതൽ 2-3 ദിവസം നമ്മൾ ഇതിനാണ്ട് ഒരുങ്ങുക. അപ്പോൾ രാവിലത്തെ ചായയും കടിയൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ ഞങ്ങളങ്ങോട്ട് ഇങ്ങനത്തെ ഓരോ പണികൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരുങ്ങിക്കാൻ കേട്ടോ. അപ്പോൾ ചോറും കൂട്ടാനൊക്കെ ഇനി വേറെ ഉണ്ടാക്കണേ. ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ നമുക്കണ്ട് എടുക്കുക വേജാറില്ലല്ലോ. അപ്പോൾ സിനിമോള് ചൂലും കൊണ്ട് അങ്ങോട്ട് ഇറങ്ങിക്കാൻ കേട്ടോ മുറ്റടിച്ച് തരാൻ വേണ്ടിയിട്ട്. ഓളിപ്പം ഞാൻ മുറ്റടിച്ച് തരിയിട്ട് കുറേ കാലമായിട്ട് എന്നൊക്കെ പറഞ്ഞാണ്ട് ഓളിതാ ചൂലും കൊണ്ട് അങ്ങോട്ട് ഇറങ്ങിക്കാൻ. ഇനിയിപ്പോൾ മുറ്റടിച്ച് തരിയിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വേണം നോക്കും ഇനി ഫ്രണ്ട്സുകളൊക്കെ ഒന്ന് കാണാൻ പോകണം എന്നൊക്കെ പറഞ്ഞാണ്ട് അവൾ കുറേ കാലയിൽ ഇപ്പോൾ ഫ്രണ്ട്സുകളൊക്കെ കണ്ടിട്ട് അപ്പോൾ അതിനും മാടി ഒക്കെ പോവും വേണം. ഞങ്ങൾക്ക് ഇതാ ഇങ്ങനത്തെ പണികളൊക്കെ അങ്ങോട്ട് എടുക്കാനുണ്ട്. ഇനിയിപ്പോൾ വാതിലൊക്കെ ഒന്ന് തേച്ച് ഓരെടുക്കണം. റബി ലെവലൊക്കെ വരികയല്ലേ മക്കളെ. അപ്പോൾ റീനും റിഫും ഇതാ കുറേ പുറത്തേക്ക് വലിച്ചിട്ടുണ്ടല്ലോ. അതിൽ നല്ലതൊക്കെ ഉണ്ടെങ്കിൽ നല്ല നോട്ടുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ഇതാത്ത ഭാഗങ്ങളൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഒന്ന് എടുത്തേക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങിക്കാനിട്ട്. അപ്പോൾ അതുപോലെ ഇങ്ങനെ എടുത്തുകൊണ്ട് കഴിഞ്ഞപ്പോൾ കുറേ സാധനങ്ങളൊന്നും ഒഴിവാക്കാനുണ്ട്. കുറേ നല്ലതൊക്കെ ഉണ്ടാവും. ഇനിയിപ്പോൾ വണ്ടിന് കുറേ സാധനങ്ങൾ ഇരുമ്പും സാധനങ്ങളൊക്കെ നല്ലതാണ് എടുത്ത് വെച്ചിട്ട് ബാക്കിയുള്ളതാണ് കൊണ്ടുപോയി വിൽക്കാന്നൊക്കെ പറഞ്ഞാണ് ബോട്ടി ഓരോട് പറയാം അതൊക്കെ ഒന്ന് എടുത്ത് വെക്കും. ഞാൻ എന്നാൽ വരുമ്പോൾ ഞാനാണ് കൊണ്ടുപോയിക്കൊണ്ട് എന്താ പറഞ്ഞാണ്ട് എന്നാൽ പിന്നെ സ്ഥലം കാര്യമായി കിട്ടില്ല. നല്ലതൊക്കെ എടുത്ത് വെച്ചാൽ മതിയല്ലോ. ആ ബസ്സിൽ ഇങ്ങനെ അടുക്കൽ ഡൽഹി പറഞ്ഞില്ല ഞാൻ ഏതാ ട്രിപ്പ് അവിടുന്ന് ഉണ്ടാക്കലുണ്ട്. ബാക്കി ഇസുന്റെ പണി ഇത് മലയാളം പുള്ളിക്ക് നീ ആ ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോയി ഇങ്ങോട്ട് തിരിച്ചെടുത്തോ. എന്നിട്ട് കൊണ്ടുപോയി ഓള് എന്താ പറയുക സ്കാനിങ് ഒക്കെ എടുക്കുന്ന ആ ഒരു ഭാഗം ഒരു ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ ഓൾ അവിടെ കുത്തിറങ്ങിട്ടോ. ഞാൻ പറഞ്ഞു അവിടെ കുത്തിറക്കില്ല ഇങ്ങോട്ട് വാ. അപ്പോൾ കണ്ടില്ല നിങ്ങൾ ഈ ഒരു വീഡിയോ. ആ മരത്തുമ്പോൾ നിറച്ചു ആവലുണ്ടെന്ന് പറഞ്ഞാണ്ട് റീനു ഇങ്ങനെ കാട്ടിത്തരാണ് കേട്ടോ. അപ്പോൾ അതാ ഇതിപ്പോൾ നമ്മളെ തൊടുത്ത മരത്തുമ്പത്തിലൊന്നുമല്ല കേട്ടോ. അപ്പോൾ ഈ ആവലാൾ അപ്പുറത്തെ തൊടുവിൽ ഓള് സൂം ചെയ്തിട്ട് ഇങ്ങനെ എടുത്തതാണ് കേട്ടോ. എന്ത് സൂം ചെയ്തിട്ട് എടുത്തിട്ട് കാര്യം നമുക്ക് നേരിട്ട് കാണാം. അല്ലാതെ ഇലക്കട ഫോണിലൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ കാണുമോ? ഏതായാലും ആ മരത്തുമ്മലേ നിറച്ചു ആവലാൾ കേട്ടോ. നമുക്ക് ഈ ഫോണിൽ നോക്കിയിട്ട് കാണില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കണ്ണുകൊണ്ട് ശരിക്കും നേരിട്ട് നോക്കുമ്പോൾ നല്ലോണം കാണുന്നുണ്ട് കേട്ടോ. എന്താ ഇസുവാ ഇത് നമ്മള് ബുക്കിലൊക്കെ പഠിച്ചൂലേ ഒരു ചെടി ആ ചണ്ട് ചമ്മലൊക്കെ ഇവിടെ കൊണ്ട് നിൽക്കണോ പുറത്ത് കൊണ്ടേക്കോ? ഇതൊക്കെ അത് ഇങ്ങക്കും ലവ്വാ എനിക്കും വേണ്ടിയോ? പുറത്ത് കൊണ്ടേക്കോളി മാലുട്ടി. ടാബിൾമേലല്ല അല്ല ആകെ കണ്ടില്ല പെരന്ന് കിടക്കുക. എന്താ വെച്ചാലേ നമ്മളെ ഫോമൊക്കെ പൂരിപ്പിച്ചില്ല. അപ്പോൾ ആധാറും ഇതൊക്കെ ആധാറിൻ്റെ ഫോട്ടോ കോപ്പികളൊക്കെ എൻ്റെ അടുത്ത് എല്ലാവരും ഉണ്ടായിന്. അപ്പോൾ ഞാൻ തിരഞ്ഞതാണ് കേട്ടോ. തരുമ്പോൾ ഇതേ അവസ്ഥ ഈ കാലം ഒക്കെ തിരഞ്ഞേതായാലും കൊടുത്തയച്ചത് പഞ്ചായത്തേക്ക്. അപ്പോൾ ടാബിളിൻ്റെ സ്ഥലമല്ലേ കണ്ടില്ലേ? ടാബിളിൻ്റെ അവസ്ഥ അതാണ്. ഇതൊക്കെ ഒന്ന് ഞാൻ എടുത്ത് റെഡിയാക്കി വെക്കട്ടെ. അപ്പോൾ പുറത്ത് കൊണ്ടുവച്ചാളാം. അങ്ങനെ റിനും റിഫും പുറത്ത് വലിച്ചിട്ട് അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തേക്കുണ്ട്. സിനിയോടെ മുറ്റടിച്ച് തരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഹിസുട്ടി ഓരോ പണികൾ ഒപ്പിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ ടേബിൾമേൽ കുറേ ഇതൊക്കെ വലിച്ചിട്ട് പറഞ്ഞാൽ രാവിലെ കുറേ ഫോമുകളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ അതൊക്കെ റെഡിയാക്കി കൊടുത്തോളം ബോട്ടിനടുത്ത് കൊടുത്തേച്ചും ചെയ്ത്. പിന്നെ ഞാൻ വേഗം ആകടിച്ച് തരിയിട്ടാണ് വേഗം ജനാലും വാതിലൊക്കെ ഒന്ന് അങ്ങനെ തേച്ച് ഓറാൻ വേണ്ടി നിൽക്കാൻ കേട്ടോ. ജനാലുമ്പലും വാതിൽമലൊന്നും ഒരുപാട് പൊടിയും ചളിയൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല. എന്നാലും ഒരു മാസത്തിലൊരിക്കൽ ഇതേപോലെ ഒന്നും അങ്ങോട്ട് മോറിയിടാഞ്ഞാൽ നമുക്ക് വല്ലാത്തൊരു പൊറുതേടാണ് കേട്ടോ. പിന്നെ ഇപ്പം അത് പറഞ്ഞാൽ ഈ മഴ ഇങ്ങനെ പെയ്തതുകൊണ്ടേ വല്ലാതെ ചളിയും പൊടിയൊന്നും ഉണ്ടാവില്ല. പിന്നെ കുട്ടികളുള്ള പേരല്ലേ ഓല് കുടിച്ചിടത്തോടത്തുള്ള ചളിയൊക്കെ കുറച്ചൊക്കെ ഉണ്ടെങ്കിലേ ഉണ്ടാവുള്ളൂ. അല്ലാതെ ചളിയൊന്നും വല്ലാതെ ഒന്നും ഉണ്ടാവില്ല. എന്നാലും ഓർമ്മ കാണാം
ഈ ചളിയും പൊടിയൊക്കെ പാടെ എവിടുന്നായിട്ടുണ്ടാകണത് അറിയാൻ പറ്റില്ല. ഏതായാലും ഇതാ ഞാൻ വാതിലും ജനാലൊക്കെ ഒന്ന് അങ്ങോട്ട് മോറിയെടുക്കട്ടെ. ഇനിയിപ്പോൾ ഇത് മാത്രമൊന്നുമല്ല, ബാക്കിയുള്ളതൊക്കെ മോറിയെടുക്കാൻ കേട്ടോ. എല്ലാം കൂടി ഇന്നിപ്പോൾ എടുക്കാനാവില്ല. ഇനിയിപ്പോൾ ചോറും ചാറും കൂട്ടാനൊക്കെ അതും ഉണ്ടാക്കാണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഒന്നും ഉണ്ടാക്കിയിട്ടും ഇല്ല കേട്ടോ. രാവിലെ ചായയും കടിയൊക്കെ ഉണ്ടാക്കി കുടിച്ചാണ് അങ്ങോട്ട് ഇറങ്ങിയതാണ്. അങ്ങനെ പിന്നെ ബാട്ടിയിൽ കൂടെ മീനൊക്കെ അങ്ങോട്ട് കൊണ്ടുവന്നും ചെയ്തിനി. സൂതമീൻ ഇനി കൊണ്ടുവന്നിനി. അത് ഞാൻ കണ്ടം വെട്ടി കൊടുന്നോണ്ട് പിന്നെ വല്ലാതെ കഴിയുമ്പോൾ പണിക്കാനും ഉണ്ടായില്ല. അത് മസാല ഒന്ന് തേച്ച് പിടിപ്പിച്ചാണ്ട് അതങ്ങോട്ട് പൊരിച്ചെടുത്ത് പിന്നെ ഇതാ തക്കാളി കൂട്ടാനും കൊണ്ട് എളുപ്പം നോക്കിയിടാണ് ഉണ്ടാക്കുകയും ചെയ്തു കേട്ടോ. അങ്ങനെ പിന്നെ ഇതാ വൈകുന്നേരം ആയപ്പം റിനുവിൻ്റെയും റിഫുവിൻ്റെയും പണിയാണ് കേട്ടോ കേക്ക് ഉണ്ടാക്കൽ. മുട്ടയും മൈദയും ബീറ്ററും വരാണ്ടായിട്ടുണ്ടെങ്കിൽ ഓൽക്ക് ഇതാണ് കേട്ടോ സ്കൂളില്ലാത്ത ദിവസങ്ങളിലുള്ള പണി. ഓൽക്ക് ഇത് ഉണ്ടാക്കി എപ്പോഴും തന്നെ ഓൽക്ക് പണി ഇത് ഉണ്ടാക്കുക. അത് ഉണ്ടാക്കുകയാണെങ്കിൽ ഉണ്ടാക്കിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. അപ്പോൾ വൈകുന്നേരത്തെ ചായക്കടിക്ക് ഇപ്പോൾ ഇന്ന് ഇതൊക്കെ ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയത്. പിന്നെ കേക്ക് എന്ന് പറഞ്ഞാൽ വല്ലാതെ പൊന്തിയൊന്നും വന്നിട്ടില്ല. ഓല് ഉണ്ടാക്കിയതില്ല, അതിൽ അപ്പക്കാരമൊന്നും ഇട്ടിട്ടില്ല. ഓല് ഉപ്പോ മൈദപ്പൊടിയും പഞ്ചസാരയും മുട്ടയും ഒക്കെ ഇട്ടാണ് അങ്ങോട്ട് ബീറ്റർ നമ്മൾ പെരയിൽ തന്നെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് അങ്ങോട്ട് അടിച്ചാണ് അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. എന്നാലും വേണ്ടില്ല, ഇത്രയൊക്കെ ഉഷാറാക്കി ഉണ്ടാക്കി എടുത്തില്ലല്ലേ നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറയാം. അപ്പോൾ അതാ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയാണ് കേട്ടോ ഉൾപ്പെടുത്തിയത്. പുതിയ വീഡിയോയും വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.